ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിൻ്റെ ആരംഭം കണ്ട് നമുക്ക് ഈ മാസത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് വരുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം. തുടക്ക സമയം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ നിവർത്തീകരണത്തിൻ്റെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ പറയുവാൻ സ്വർഗം എന്നെയും സഹായിച്ചതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നിലൂടെ നിവർത്തിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ചിലരുടെയൊക്കെ വാഗ്ദത്തങ്ങൾക്ക് ചില താമസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, ചില പ്രവചന ദൂതുകൾ ദൈവവചനമായിട്ട് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വചനം അയച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൂത് അയച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നിവർത്തിക്കാതെ പോകുകയില്ല. കാരണം ദൈവം മനുഷ്യനല്ല, ദൈവം ദൈവമായിട്ട് തന്നെ ഇരിക്കുന്നു. ആ ദൈവം ഒരു വാഗ്ദത്തം നമ്മളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താമസിക്കുന്നുവെങ്കിലും അത് വരും നിശ്ചയം. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നോട്, എൻ്റെ തലമുറയോട്, എൻ്റെ ശുശ്രൂഷയോട്, എൻ്റെ ജീവിതത്തോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ അതിനുവേണ്ടി എന്തു വില കൊടുത്തും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിക്കും. ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു തലമുറയായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. എഫെസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. ആകയാൽ ഫോസ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഫോസ്കിന്റെ ആത്മാവിനെ എടുത്തു കളയണമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഫോസ്കിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന പിശാചിന്റെ ഏജന്റാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു, കൂട്ടുകാരനോട് സത്യസന്ധമായ രീതിയിൽ സംസാരിക്കുവാൻ. അതിലുപരിയായി നാം തമ്മിൽ അവയവങ്ങളല്ലോ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിന്റെ ഓരോ അവയവങ്ങളാണ്. നമ്മൾ ക്രിസ്തുവിന്റെ പാർട്ടുകളാണ്. അവൻ നമ്മെ ക്രിസ്തുവിൽ ബഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൽ നമ്മളെ ബഡ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു അവയവങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ പാർട്ടുണ്ട്, ഓരോരുത്തർക്കും ഒരു ജോലിയുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ വിട്ടുകളാ. അവൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക, അവന്റെ വചനത്തിലേക്ക് നോക്കുക. ഫോസ്കിന്റെ ആത്മാവിനെ എടുത്തു കളയുക. അവൻ നമ്മുടെ മുമ്പിൽ വരുന്നവർ കുറ്റം പറയുന്നവരാണെങ്കിൽ അവരെ ത്യജിച്ച് കളയുക, അവരെ ഉപേക്ഷിക്കുക. അവരുമായിട്ട് ഒരിക്കലും സംസർഗം പുലർത്തരുത്. നാം അവരുടെ കൂടെ ആ കുറ്റം കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ അകത്ത് ജഡത്തിന്റെ സ്വഭാവം വെളിപ്പെടുന്നു, ആത്മസ്വഭാവം മരിക്കപ്പെടുകയാണ്. ആമേൻ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, പോഷ്ക് പറയുന്നവരുമായിട്ട് നമ്മൾ ഒരിക്കലും കൂട്ടുകൂടരുത്. കള്ളസത്യം ചെയ്യുന്നവരുമായിട്ട് കൂട്ടുകൂടരുത്. ദൈവഹിതമില്ലാത്തവരുമായിട്ട് കൂട്ടുകൂടരുത്. എപ്പോഴും ദൈവത്തിനും ദൈവവചനത്തിനും അവന്റെ വിശുദ്ധീകരണത്തിലും ദൈവിക മുഖം അന്വേഷിക്കുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പോഷ്കിൽ പ്രിയപ്പെടരുതെന്ന് അവൻ 1-ാം സങ്കീർത്തനം പറയുന്ന വളരെ വ്യക്തമായിട്ട് അറിയാമോ? അവൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ ഇരിക്കാതെയും പരിഹാസികളുടെ ന്യായപ്രമാണത്തിലിരിക്കാതെയും പോഷ്കിൽ പ്രിയപ്പെടുന്നവർ ഏവരും, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, പോഷ്കിൽ പ്രിയപ്പെടുന്ന ഏവരും പുറത്തു തന്നെ. ഇങ്ങനെ ദൈവത്തിന്റെ വചനത്താൽ ആ വചനത്തിൽ ഉച്ചരിക്കുകയും ആ ദൈവിക വചനത്തിലൂടെ നമ്മുടെ അനുഗ്രഹങ്ങളുടെ നിവൃത്തീകരണം പ്രാപിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക പരിപൂർണത നമ്മളിൽ വെളിപ്പെടുവാൻ ഈ വക കാര്യങ്ങളിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകരുത്. ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്കെതിരായിട്ട് വിരൽ ചൂണ്ടാതെ ദൈവമുഖം അന്വേഷിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന്റെ പദ്ധതികൾക്കായി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്തു ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഏവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.